ദിവസവും രേണുവിന് പിന്തുണയുമായി പല താരങ്ങളാണ് എത്തുന്നത്. ഇപ്പോഴിതാ സാമൂഹ്യ പ്രവർത്തകരെല്ലാവരും കൂടി രേണുവിന് വേണ്ടി ഓരോ കാര്യങ്ങളും പറഞ്ഞ് എത്തുകയാണ്. നിങ്ങൾ രേണുവിനെ ഇങ്ങനെ മാനസികമായി തളർത്തരുത്. ഇത് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ എല്ലാവരും അറിയുന്നത് രേണു ഇപ്പോൾ ICUവിലാണ് എന്നതാണ്. എഴുന്നേൽക്കാൻ പോലും ആകാതെ ഒരു ചെറിയ കാര്യത്തിന് പോലും പരസഹായമില്ലാതെ ചെയ്യാൻ സാധിക്കാതെ ജീവിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ രേണു. ബ്രസ്റ്റ് ക്യാൻസർ ആണല്ലോ, അത് പെട്ടെന്ന് മാറും, അതിലൊന്നും ഇത്ര വലിയ കാര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാകും. അത് വന്നാൽ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കൂ. പല രാജ്യങ്ങളിലായി കറങ്ങിത്തിരിഞ്ഞ് നടന്ന ഒരു പെൺകുട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുതിലെ ഒരു വിവാഹം. ആ വിവാഹത്തിൽ തന്നെ പലരെയും നഷ്ടപ്പെട്ടു. രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഒരു കുഞ്ഞുള്ള വ്യക്തിയാണ് വിവാഹം കഴിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാരുൾപ്പെടെ ആദ്യം എല്ലാം വേണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ രേണുവിൻ്റെ ഒറ്റ ആഗ്രഹത്തോടെയാണ് രേണു സുധിയോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് വിധി ഉണ്ടാക്കിയതെല്ലാം മറ്റൊരു കാര്യമായിരുന്നു. ഋതപ്പനും കിച്ചുവും രേണുവും സുധിയും എല്ലാം സന്തോഷമായി ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു ഈ ദുഃഖം കൂടി വന്നത്. ഇപ്പോൾ അതിനുശേഷം അത് വിട്ടുമാറാതെ വീണ്ടും അടുത്ത ദുഃഖമാണ് രേണുവിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ രേണു ICUവിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരവസ്ഥ വരുമെന്ന് കരുതിയില്ല. ഭേദമാവുകയാണ് എന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. പക്ഷേ ഇന്നലെ അത്യാവശ്യമായി തന്നെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെക്കുറിച്ചും അതുപോലെ സ്ഥിരമായി ഓക്സിജൻ വേണ്ട ഒരു രീതിയിലേക്ക് ശരീരം പ്രതികരിക്കാൻ തുടങ്ങിയതിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടെത്തുമ്പോഴാണ് ICUവിലേക്ക് രേണുവിന് പോകേണ്ടതായി വന്നത്. എല്ലാ ദിവസവും ഞാൻ ഇനി വീഡിയോ പങ്കുവയ്ക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ ഏറ്റെടുത്ത് എന്നെ പിന്തുണയ്ക്കണം. അതിലൂടെ കിട്ടുന്ന വരുമാനമായിരിക്കും ഞാൻ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുക. അല്ലാതെ ഒരു വരുമാനം എനിക്കില്ല. ഇനി ഞാൻ എന്നും വീഡിയോ ഇടും, അത് ഇട്ടേ മതിയാകൂ. അതിലൂടെ ഒരു വരുമാനം കിട്ടി വേണം എനിക്ക് ജീവിക്കാനെന്ന് പറഞ്ഞാണ് രേണു സുധി എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസം രേണുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വീഡിയോ പുറത്തു വന്നിട്ടില്ലായിരുന്നു. എന്നും വീഡിയോ എന്താണെന്ന് പോലും നോക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആരാധകർ രേണുവിൻ്റെ വീഡിയോയ്ക്കായി ഏറെ നേരം കാത്തിരുന്നു. എന്നിട്ടും വരാതായപ്പോഴാണ് അന്വേഷണം തുടർന്നത്. അങ്ങനെയാണ് രേണു ആശുപത്രിയിലാണ് എന്ന് അറിയാൻ തുടങ്ങിയത്. അതോടെ പലരും ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. എല്ലാവരും ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. എവിടെ പോയി രേണു എന്ന് ചോദിക്കാൻ തുടങ്ങി. ഇതാണ് പ്രേക്ഷകരും സംസാരിക്കുന്ന ഒരു കാര്യം. പ്രധാനമായി തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. രേണുവിൻ്റെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ്. നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ളൊരു വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും അതാകെ പടർന്നു പിടിച്ചൊരു നിലയിലാണ്. കിഡ്നിയിലേക്കും ലിവറിലേക്കും ഹൃദയത്തിലേക്കുമൊക്കെ അത് പരന്നു പിടിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ആദ്യം ഹാർട്ടിലേക്ക് തന്നെയാണ് അത് എത്തുക എന്നും ബ്രസ്റ്റിന് തൊട്ടടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് പരക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ചെറിയ ഇൻഫെക്ഷൻ അതിലേക്ക് പരന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ ശ്വാസതടസ്സം കാരണമാണ് ICUവിലേക്ക് അവസാനം പ്രവേശിപ്പിക്കേണ്ടി വന്നത് എന്നുകൂടി അറിഞ്ഞപ്പോൾ ഹൃദയത്തിലേക്ക് പരന്നിട്ടുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.